വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് സഹിൻ ആന്റണി ചേരുന്നുണ്ട്. സഹിൻ, ഈ റിപ്പോർട്ടിന്മേൽ പരാതി ലഭിച്ചാൽ നടപടി എന്നാണ് ആദ്യം സർക്കാർ പറഞ്ഞിരുന്നത്. എന്നാൽ പരാതി ഇല്ലാതെ കേസെടുക്കാമെന്ന നിലപാടിലേക്ക് ധനമന്ത്രി ഇപ്പോൾ എത്തിയിരിക്കുകയാണ്. പ്രതിപക്ഷവും അതേ നിലപാടിൽ തുടരുമ്പോൾ വിഷയം വീണ്ടും ഈ വിവാദങ്ങൾക്ക് തുടക്കമാക്കുകയാണോ? വീണ സൂചിപ്പിച്ചതുപോലെ തന്നെ ധനമന്ത്രിയുടെ നിലപാടിനെ പ്രതിപക്ഷം പറയുന്നത്, അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറയുന്നത് തങ്ങളുടെ നിലപാടിനോട് മന്ത്രി പിന്താങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ്. അതായത് കേസ് എടുക്കാം, അത് പരാതി ഒന്നുമില്ലാതെ തന്നെ കേസെടുക്കാം എന്നുള്ളതാണ്. മാത്രമല്ല മറ്റൊന്ന് അദ്ദേഹം പറയുന്നത് ഇനിയും ഇരകളായിട്ടുള്ള പെൺകുട്ടികളെ സമൂഹ മധ്യത്തിലേക്ക് എത്തിച്ച് അവരെ വേട്ടയാടരുത് എന്നുള്ളതാണ്. കോൺക്ലേവ് നടത്താൻ കഴിയില്ല, കോൺക്ലേവ് നടത്തിയാൽ അത് തടയുമെന്നുള്ള രീതിയിലുള്ള ഒരു മുന്നറിയിപ്പ് സർക്കാരിന് പ്രതിപക്ഷ നേതാവ് നൽകുന്നുണ്ട്. ഇത് ഇരകളെയും വേട്ടക്കാരെയും ഒരുമിച്ചിരുത്തി നടത്തുന്ന കോൺക്ലേവ് വെറും ഒരു പ്രഹസനമാണ് എന്നുള്ളതാണ് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത്. മറ്റൊന്ന് അദ്ദേഹം പറയുന്നത് സർക്കാർ 4.5 വർഷത്തോളം ഈ റിപ്പോർട്ട് പൂഴ്ത്തിവെച്ചു. അത് കുറ്റകരമായ അനാസ്ഥയാണ്. അത്തരം അനാസ്ഥ വിട്ടുകൊടുക്കാൻ കഴിയില്ല. പ്രതിപക്ഷം ഇതിൽ രാഷ്ട്രീയമല്ല നോക്കുന്നത്, പകരം നിലപാടുകളാണ്. തങ്ങളുടെ നിലപാട് സ്ത്രീകൾക്കൊപ്പമാണ്. അതുകൊണ്ട് തന്നെ ഈ ഇരയാക്കപ്പെട്ട സ്ത്രീകളോടൊപ്പം നിൽക്കാൻ തന്നെയാണ് പ്രതിപക്ഷവും കോൺഗ്രസും എല്ലാം തീരുമാനിച്ചിരിക്കുന്നത്. വരും ദിവസങ്ങളിൽ സമരവുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് കോൺഗ്രസിൻ്റെ തീരുമാനമെന്നുള്ള ഒരു മുന്നറിയിപ്പും അദ്ദേഹം നൽകുകയുണ്ടായി. എന്തായാലും നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ കേസുകൾ എടുത്തില്ലെങ്കിൽ വലിയ പ്രതിഷേധത്തിലേക്ക് പ്രതിപക്ഷ പാർട്ടികൾ പോകുമെന്നുള്ള ഒരു സൂചനയാണ് ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നൽകിയിരിക്കുന്നത്. വീണ, വിവാദങ്ങളാണ് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ ഉണ്ടാകുന്നത്. അപ്പോൾ ഈ സിനിമാ മേഖല ഇനി അത് ഏത് രീതിയിലായിരിക്കും നോക്കിക്കാണുക? സിനിമാ മേഖലയിൽ ഇപ്പോൾ 2 തട്ടിലേക്കാണ് ആളുകൾ നിൽക്കുന്നത്. പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ആണെങ്കിലും ഡിസ്ട്രിബ്യൂട്ടേഴ്സ് അസോസിയേഷൻ ആണെങ്കിലും അതിൽ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ചേർന്ന യോഗങ്ങളിൽ 2 തട്ടിലേക്ക് ആളുകൾ വന്നിരിക്കുന്നു. ഒരു വിഭാഗം പറയുന്നത് കൃത്യമായി ഏകപക്ഷീയമായി എടുത്തിരിക്കുന്ന ഒരു റിപ്പോർട്ടാണിത്, അതുകൊണ്ട് തന്നെ ഈ റിപ്പോർട്ട് പൂർണ്ണമായും തള്ളിക്കളയണമെന്നുള്ളതാണ്. മറ്റൊരു വിഭാഗം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇത് അങ്ങനെയല്ല, സിനിമയിൽ കാലങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്ന ചൂഷണം, ആ ചൂഷണങ്ങളെല്ലാം തന്നെ പുറത്തു വന്നിരിക്കുന്ന ഒരു റിപ്പോർട്ടാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം വേട്ടക്കാരോടൊപ്പം നിൽക്കാതെ ഇരകളോടൊപ്പം നിൽക്കണമെന്നുള്ളൊരു നിലപാട് ഇന്ന് നടി സാന്ദ്ര, അദ്ദേഹം പ്രൊഡ്യൂസർ കൂടിയാണ്, സിനിമാ നിർമ്മാതാവ് കൂടിയാണ്, നടി സാന്ദ്ര തോമസ് ഇന്നലെ നിർമ്മാതാക്കളുടെ യോഗത്തിൽ തന്നെ വലിയ രീതിയിൽ പൊട്ടിത്തെറിച്ചു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഡിസ്ട്രിബ്യൂട്ടേഴ്സ് യോഗത്തിലും അത്തരത്തിൽ തന്നെയാണ്. മാത്രമല്ല അമ്മ, അതായത് AMMA, നടി നടന്മാരുടെ സംഘടനയായിട്ടുള്ള AMMയിലും വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളും എതിർപ്പുകളും പല ഭാഗത്തുമുണ്ട്. കാരണം പല ഘട്ടങ്ങളിലും ഇത്തരം നടപടികൾ സ്വീകരിക്കേണ്ടിയിരുന്ന ഒരു സംഘടനയായിരുന്നു AMMA. പക്ഷേ അവരതിന് കൃത്യമായ ഒരു നടപടി സ്വീകരിച്ചിട്ടില്ല. ഇന്നലെ ഇടവേള ബാബുവിനോട് സംസാരിച്ചപ്പോൾ പോലും അദ്ദേഹം പറയുന്നത് താൻ റിപ്പോർട്ടിനെ കുറിച്ചൊന്നും അറിഞ്ഞിട്ടില്ല. ഇത് കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി അമ്മയുടെ സിനിമാ പരിപാടികൾ, ഡാൻസ് പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ സ്റ്റേജ് ഷോകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ പുറകെയാണ് താരങ്ങളെല്ലാവരും. താൻ ഇതൊന്നും അറിഞ്ഞിരുന്നില്ല. പക്ഷേ ഇടവേള ബാബു അടക്കമുള്ളവരുടെ കാലത്താണ് ഇത്രയധികം പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നതായി പെൺകുട്ടികൾ ചൂണ്ടിക്കാണിക്കുന്നത്. അപ്പോൾ പോലും ലഘൂകരിച്ചുകൊണ്ടാണ് സിനിമാ മേഖലയിൽ നിൽക്കുന്ന നടീനടന്മാരുടെ സംഘടന ഇതിനെ കാണാൻ തീരുമാനിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ഘട്ടത്തിലാണ് മറ്റ് ഡിസ്ട്രിബ്യൂട്ടേഴ്സും പ്രൊഡ്യൂസേഴ്സും അടക്കമുള്ള സംഘടനകളുടെ നേതാക്കൾ വലിയ പ്രതിഷേധവുമായി, അല്ലെങ്കിൽ ഒരു വിഭാഗം നേതാക്കൾ വലിയ പ്രതിഷേധവുമായി രംഗത്ത് വരുന്നത്. എന്തായാലും സിനിമാ മേഖലയിൽ 2 തട്ടിലാണ് ആളുകൾ എന്നുള്ളത് തന്നെ പറയേണ്ടി വരും.